മഞ്ചാടിപുരം എന്ന ഒരു കൊച്ചു സുന്ദര ഗ്രാമം. ഗ്രാമത്തിന്റെ ഒരറ്റത്തിൽ ഒരു കൊടും കാടുണ്ട്. അതാണ് മുതലക്കാട്. പേര് പോലെ തന്നെ അവിടെ മുതലകളുമുണ്ട്. മാത്രമല്ല കുറേ കാട്ടുമൃഗങ്ങളും പക്ഷികളും പുഴകളും അരുവികളും ഒക്കെയുള്ള ഈ കാട്ടിൽ കുറച്ച് കൂട്ടുകാരുണ്ട്. അവരാണ് ഡിങ്കൻ, കുഞ്ഞിക്കിളി, സാറ. ഇവർ നല്ല സുഹൃത്തുക്കളാണ്. എന്തു പ്രശ്നം വന്നാലും വിട്ടുകൊടുക്കാതെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ ഈശ്വര. ഓ, രാവിലെ തന്നെ ചളി വേണോ ഡിങ്ക? ആവൂ, രാവിലെയായി. കുറച്ച് വെയില് കൊണ്ട് വിറ്റാമിൻ ഡി എടുക്കട്ടെ. ഓ, ഭയങ്കര ചൂടാണല്ലോ. അല്ല, എന്റെ കൂട്ടുകാർ ആ പുഴയരികൾ വന്നു കാണുമോ എന്തോ. അങ്ങോട്ട് പോയി ഒരു ഗുഡ് മോർണിംഗ് പറയാം. കുഞ്ഞിക്കിളി പുഴയരികിൽ പോകുകയും തന്റെ കൂട്ടുകാർ അവിടെയുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ ആരുമില്ലല്ലോ. എന്നാൽ ഞാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി നോക്കാം. അങ്ങനെ കുഞ്ഞിക്കിളി പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തിലെത്തുന്നു. അവിടെയും തന്റെ കൂട്ടുകാരെ കാണാതെ കുഞ്ഞിക്കിളി വിഷമിച്ചിരിക്കുന്നു. എന്തായാലും അവരെ ഇവിടെ കാണുന്നില്ല. ശരി, എന്നാൽ ഞാൻ 2 മീൻ പിടിച്ച് തിന്നട്ടെ. അടിപൊളി പെടക്കണ മീന്. വയറ് നിറഞ്ഞു. ഇനി കഥയിൽ ഒരു വില്ലനുണ്ട്, പരുന്തച്ചൻ. ആള് കാണാൻ പാവമാണെങ്കിലും ഒളിഞ്ഞിരുന്ന് കാട്ടുമൃഗങ്ങളെ റാഞ്ചി കൊണ്ടുപോകുന്നതിൽ മിടുക്കനാണ്. അല്ല സാറാ, നീ അറിഞ്ഞോ കാട്ടിലേതോ പുതിയ പരുന്ത് എത്തിയിട്ടുണ്ടെന്ന്? കേട്ടു ഡിങ്ക, കുറെ മൃഗങ്ങളെ റാഞ്ചി കൊണ്ടുപോകുന്നത്രേ. ഷടാ, ഇന്നത്തേക്ക് ഒരു ജന്തുക്കളെയും കാണാനില്ലല്ലോ. അങ്ങനെ കുഞ്ഞിക്കിളി പറന്ന് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ അതാ ഒരു കിളി. അതൊരു ചെറിയ കിളിയാണല്ലോ. കുഴപ്പമില്ല, കിളിയെങ്കി കിളി. ഇന്നത്തേക്ക് ഇത് മതിയാകും. അയ്യോ, ഞാൻ പറക്കുന്നേ. എന്നെ ആരോ പിടിച്ചേ. രക്ഷിക്കണേ അമ്മേ, രക്ഷിക്കണേ. അയ്യോ ഡിങ്ക, നമ്മുടെ കുഞ്ഞിക്കിളി. എടാ കള്ള പരുന്തേ, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അങ്ങനെ ഡിങ്കൻ തന്റെ കയ്യിലുള്ള കപ്പെടുത്തെറിയുകയും കുഞ്ഞിക്കിളിയെ പരുന്തച്ചന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. കുഞ്ഞിക്കിളി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല സാര, കറക്റ്റ് സമയത്ത് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ആ പരുന്തച്ചൻ ആള് കൊള്ളാമല്ലോ. ആരെയും വെറുതെ വിടുന്നില്ല. ആ പരുന്തച്ചന് ഒരു പണി കൊടുക്കണം. അതെ, 8ന്റെ പണി തന്നെ കൊടുക്കാം.